പരിധി വിട്ടാട്ടെ നടന്നപ്പോ അങ്ങനെ ദുബായിൽ പോയി. നമ്മൾ കേട്ടത് കാരണം ഞങ്ങളെ മെമ്പറേനി, ഞങ്ങളെ വാർഡ് മെമ്പറേനി, അരീക്കോട് പഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പറേനി. അങ്ങനെ ഇവള് ദുബായിക്ക് പോയപ്പോ അന്ന് ഞങ്ങൾ പറഞ്ഞാണ് ഇവളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, കാരണം ഇവളെ ഇത് പോക്ക്. എല്ലാവർക്കും നമസ്കാരം. ദീപക് എന്ന് പറയുന്ന വ്യക്തിയുടെ കൊലപാതകം അങ്ങനെ തന്നെയാണല്ലോ ഈ സംഭവം. ഷിംജിത എന്ന് പറയുന്ന ഒരു തന്തയില്ലാത്ത പുന്നാര മോള് കാരണം സ്വയം ജീവനൊടുക്കിയ ദീപക് എന്ന് പറയുന്ന വ്യക്തി ഒരു തെറ്റും ചെയ്യാതെ അദ്ദേഹം കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു. ഇത് സ്വയം ജീവനൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമല്ല. കുറച്ച് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇവളെ ഈ സോഷ്യൽ മീഡിയ വലിച്ചു കീറുന്നത് അദ്ദേഹത്തിന് കാണാമായിരുന്നു. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ആഴ്ചയിൽ അബ്സാക്കെ റിജി എന്ന് പറയുന്ന മറ്റൊരു പുന്നാര മോള് ഇതുപോലെ ഒരു വ്യക്തിയെ ഇല്ലാത്ത കഥ പറഞ്ഞ് ബസ്സിലെ വീഡിയോ എന്ന് പറഞ്ഞ് കുണച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ആ പെൺകുട്ടിയെ ഇതുപോലെയൊന്നും ആരും വലിച്ചു കീറിയില്ല. നമ്മൾ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെല്ലാം വലിച്ചു കീറി. പക്ഷേ ജനങ്ങൾ ഇതുപോലെ ഇറങ്ങിയിട്ടില്ലായിരുന്നു. ജനങ്ങൾ ഇറങ്ങണമെങ്കിൽ ഇവിടെ ഒരു ജീവൻ പോണം. സത്യം, എല്ലാവരെയും കുറ്റപ്പെടുത്തുകയല്ല. നമ്മൾ ഒന്നടങ്കം പ്രതികരിക്കണം, അല്ലെങ്കിൽ എല്ലാവരും ഒത്തൊരുമയോടെ നിന്ന് പ്രതികരിക്കണമെങ്കിൽ ഇവിടെ ഒരു ജീവൻ പോണം. അല്ലാത്ത പക്ഷം വോട്ട് പുല്ല് എന്ന് പറഞ്ഞങ്ങ് വിടും. അന്ന് ആ വ്യക്തിയും ഇതുപോലെ സ്വയം ജീവൻ ഒടുക്കിയിരുന്നെങ്കിൽ അതും ചർച്ചയായാണ്. ഏത് കാര്യം പിടികിട്ടിയ ഇതാണ്, ഒരു ജീവൻ പോകുമ്പോഴായിരിക്കും ഇവിടെ എല്ലാവരും കൂടി ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് കൊടിയും പിടിച്ച് ഇറങ്ങുന്നത്. വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടാ. ഏത് സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാലും വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്. ഇതുപോലത്തെ ഓരോ മോളുകൾ വന്നിട്ട് ഓരോ ആണുങ്ങളുടെ ജീവിതം അങ്ങോട്ട് തുലക്കുകയാണ്. ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് ചോദിക്കാനും പറയാനും ഇവിടെ ഒരു പട്ടിക്കുഞ്ഞുമില്ല. ഈ പുന്നാര മോളെ എന്ത് ചെയ്യണമെന്ന് ജനങ്ങൾ താഴെ കമന്റ്, നിങ്ങളുടെ അഭിപ്രായം. ഇതുപോലുള്ള പുന്നാര പൂക്കോടി മോളുകളെ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ കയ്യിൽ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പറ. എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിടിച്ച് പിഴിയും. സത്യം, അത്രേ ഉള്ളൂ. അതിന്റെ പേരിൽ അകത്ത് പോയി കിടന്നു കഴിഞ്ഞാലും അന്തത്തോടെ കിടക്കുക. അവിടെ ഇപ്പോൾ ശമ്പളം ഉണ്ടല്ലോ, അതുകൊണ്ട് എല്ലാം കൊണ്ട് സുഖസൗകര്യമായിട്ട് ജീവിക്കുക. ഇവിടെയൊക്കെ പിടിച്ച് അകത്തിട്ടാലും നല്ല ശമ്പളത്തോടെ ജീവിക്കാൻ പറ്റും. അതാണ് വേറൊരു സത്യം കേട്ട. വല്ലാത്ത അവസ്ഥയുടെ ഇവിടെ നഷ്ടം ദീപക് എന്ന് പറയുന്ന വ്യക്തിക്കും ആ വ്യക്തിയുടെ അച്ഛനും അമ്മയ്ക്കും മാത്രമാണ്. ആ അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകനാണ്. ആ മകനാണ് ഇന്ന് ഈ ഭൂലോകത്ത് ഇല്ലാണ്ട് പോയ. പിന്നെ ഈ പുന്നാരമോള് ചിന്തിത എന്ന് പറയുന്നവള് മുൻ പഞ്ചായത്ത് മെമ്പറാ എങ്ങാണ്ടായിരുന്നു. ഏണിയിലാണ് അവള് മത്സരിച്ചത്. ഏണി തന്നെടി നീ പുന്നാര ഏണി മോള് തന്നെ. നീ ഒരു പുന്നാര ഏണി മോള് തന്നെ. നിന്നെ പറ്റിയിട്ട് നിന്റെ നാട്ടുകാരനായിട്ടുള്ള ഒരു വ്യക്തി പറയുന്നത് നീ കേൾക്കണം. നീ ഇത് കേട്ടിട്ട് പോയാൽ മതി. കേട്ടാടി തന്തയില്ലാത്തവളെ. പരിധി വിട്ടാട്ടെ നടന്നപ്പോ അങ്ങനെ ദുബായിൽ പോയി. നമ്മൾ കേട്ടത് കാരണം ഞങ്ങളെ മെമ്പറേനി, ഞങ്ങളെ വാർഡ് മെമ്പറേനി, അരീക്കോട് പഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പറേനി. അങ്ങനെ ഇവള് ദുബായിക്ക് പോയപ്പോ അന്ന് ഞങ്ങൾ പറഞ്ഞാണ് ഇവളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, കാരണം ഇവളെ ഇത് പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞപ്പോ അന്ന് നമുക്ക് അരീക്കോട് പഞ്ചായത്തിൽ 8-9 ഇതിൽ നിൽക്കുകയാണ്. അപ്പൊ ഓള് പോയി കഴിഞ്ഞാൽ പിന്നെന്താവും, അവിടെ 8 അപ്പൊ പഞ്ചായത്ത് പ്രശ്നം അറിയാൻ സാധ്യതയുണ്ട്. അപ്പൊ ലാസ്റ്റ് ഒരു വർഷത്തിന്റെ ടൈമില് രാജിക്കത്ത് എഴുതി കൊടുത്തായിട്ട് ഓള് പോയി. അങ്ങനെ പിന്നീട് ഇവള് ദുബായിൽ നിന്ന് ഇടുന്ന ഓരോരോ വീഡിയോകൾ കണ്ടിട്ട് നാട്ടില് ആൾക്കാരൊക്കെ ഇങ്ങനെ, ഞാൻ ഒരു പ്രാവശ്യം നാട്ടിൽ പോയ ടൈമില് അവിടുത്തെ ഒരു APക്കാർ വീഡിയോ വന്നിട്ട് എനിക്ക് വന്നിരുന്ന ആദ്യം ഇത് കണ്ടു വെച്ചാൽ അപ്പൊ ഞങ്ങളിതിന്റെ മുമ്പ് തന്നെ പറഞ്ഞാണ് മെമ്പറെ ഇതൊക്കെ. ഞാൻ പറഞ്ഞു എനിക്കറിയാം, സുജിത്തിന്റെ വീഡിയോ അല്ലേ, ഞാൻ കണ്ടതാണ്, ഞങ്ങൾക്കറിയാം കാര്യം, ഞങ്ങൾ പറഞ്ഞതാണ്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ എന്ന് പറഞ്ഞു. ഓള് രാജിക്കൂല. അങ്ങനെ ചുരുക്കി പറഞ്ഞ ഓളിപ്പോ ഉള്ളത് എന്ന് പറഞ്ഞാൽ നിലവിൽ ഉള്ള ഓളെ അവസ്ഥ ഞങ്ങളവിടെ കെട്ടിക്കൊണ്ടെന്നാണ്. വടകര ഉള്ളതാണ് ഓള് ഭർത്താവറ്റൊക്കെ തെറ്റി 6 മാസമായിട്ട് ഓളെ നാട്ടിലാണുള്ളത്, ഞങ്ങളവിടെ അല്ല. അങ്ങനെ രാജിക്കത്ത് എഴുതി കൊടുത്ത് പോയി ഒരു കൊല്ലം കഴിഞ്ഞാലേക്ക് ഓളെ മാപ്പിള കൊണ്ടുപോയിട്ട് രാജിക്കത്ത് സെക്രട്ടറിക്ക് കൊടുത്ത് അതിൽ ഇവള് രാജിക്കത്ത് സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് തോന്നുന്നു. ഓള് നേരെ സെക്രട്ടറിക്ക് വിളിച്ചു, ഞാൻ നാട്ടിലില്ലാതെ എന്റെ കത്ത് എങ്ങനെ നിങ്ങൾ സ്വീകരിക്കുക, ഞാൻ കേസ് കൊടുക്കും, പണി ഔട്ട് ആവുകൊണ്ട് പിൻവലിച്ചു പറഞ്ഞു. സെക്രട്ടറി അത് പിൻവലിച്ചു. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏതാണ്ടൊക്കെ പിടികിട്ടുന്നുണ്ടല്ലോ ഇവളെ എങ്ങനത്തവളാണെന്ന്. അതുപോലെ ഇവളുടെ ഭർത്താവും തെറ്റി നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. തെറ്റിയില്ലെങ്കിൽ അതിശയുള്ളൂ. അവൻ കയറി പിടിച്ചെന്ന് പറഞ്ഞിട്ട് ഇവള് നിൽക്കും, വീഡിയോ എടുക്കുകയാണ്, പബ്ലിഷ് ചെയ്യാത്തായിരിക്കും. സ്വന്തം തന്ത കയറി പിടിച്ചെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇവള് എടുത്തു വെക്കുന്നതായിരിക്കും. ഈ ഒരു വ്യക്തിയുടെ അടുത്ത് അങ്ങോട്ട് ചേട്ടാ തട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വച്ചു കൊടുത്ത പുന്നാര മോളാണ് ഇവള്. ഇപ്പുറത്ത് നിന്ന് ഇവള് അപ്പുറത്ത് പോയിട്ട് അങ്ങേർക്ക് വച്ചു കൊടുക്കുകയാണ്. പിടി ചേട്ടാ, പിടി ചേട്ടൻ പിടിച്ചാലേ എനിക്ക് കണ്ടന്റ് ആവുള്ളൂ. ഈ സെറ്റപ്പിൽ നിന്ന ഇവളാണ്. സ്വന്തം ഭർത്താവ് ഇവളെ അടുത്ത് എത്രത്തോളം അനുഭവിച്ച് കൂട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ.
വഴിയെ പോയ ഒരു ആണിന്റെ അടുത്ത് ഇവൾ ഇങ്ങനെയാണ് കാണിച്ചതെങ്കിൽ സ്വന്തം ഭർത്താവിന്റെ അടുത്ത് ഇവൾ എത്രത്തോളം തന്തയില്ലായ്മയായിരിക്കും കാണിച്ചിട്ടുള്ള. ഇവളെ പോലുള്ളവരെ നാട് കടത്തണം. എന്തിന്? ഇത് ശക്തമായി നമ്മൾ പ്രതികരിക്കണം, പ്രതിഷേധിക്കണം. വെറുതെ വിടേണ്ട കേസല്ല. സോഷ്യൽ മീഡിയയിൽ ആളി കത്തി, ഈ വിഷയം കത്തി, ഇവൾ ഈ നാട്ടിൽ നിന്ന് തന്നെ പോകണം. ഇവളെ നിയമപരമായിട്ട് ശിക്ഷിക്കണം. അതുവരെ നമ്മൾ പോരാടണം. ഇതുപോലുള്ള പുന്നാര മക്കൾ കാരണമാണ് ഈ നാട് ഗുണം പിടിക്കാതെ പോകുന്നത്. ഇതുപോലുള്ള ഓരോ മറ്റെഴുത്തോളമാര് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം തന്തയെ വരെ പിടിച്ച് വിൽക്കുന്ന സമയത്ത് ഈ നാടിനാണ് ആ ശാപം കിട്ടുന്നത്. ഈ നാടിന്, നമ്മുടെ രാജ്യത്തിനാണ് ആ ശാപം കിട്ടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും വെറും തീട്ട കേസ് നമ്മുടെ നാട്ടിലുണ്ടായല്ലോ. മറ്റുള്ള ആൾക്കാരൊക്കെ കാണുന്ന സമയത്ത് ഇത്രയും ഒരു വെറും തീട്ട കേസ് നമ്മുടെ നാട്ടിലുണ്ടായല്ലോ. ഒരു പെണ്ണ് റീച്ചിന് വേണ്ടിയിട്ട് സ്വന്തം തന്തയെ വരെ വിൽക്കാൻ തയ്യാറായി നിൽക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനെ വരെ, സ്വന്തം ആരെങ്കിലും സ്വന്തം പിള്ള ഉണ്ടെങ്കിൽ അതിനെ വരെ പിടിച്ച് വിൽക്കാൻ നിൽക്കുന്ന ഒരു പുന്നാര മോഹനകൾ. നിങ്ങളൊന്ന് ആലോചിക്കും, നിങ്ങൾ ആലോചിക്കും, ജനങ്ങൾ ഇത് ആലോചിക്കും. ഇത് വെറുതെ വിടേണ്ട കേസാണോ? ഈ കോഴിക്കോട് ഇവളുടെ സ്ഥലത്തുള്ള ആൾക്കാരൊന്ന് ആലോചിക്കും. ഇവളെ പോലെയുള്ളവരൊക്കെ അവിടെ ജീവിക്കേണ്ടവളാണോ? ഇവള് ഇനിയിപ്പം മിക്കവാറും ദുബായിൽ എങ്ങാണ്ടൊക്കെ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്, അറിയില്ല. ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു കാണും. അവിടെ പോയി നീ നിൽക്കും. ഇതാണ് അവസ്ഥ. നഷ്ടം ദീപക്കിന്റെ കുടുംബത്തിന്. പുന്നാര മോളെ, ഇവളെയൊന്നും വെറുതെ വിടല്ലേ. ഈ ദീപക്കിന്റെ അച്ഛന്റെ അമ്മയുടെ അവസ്ഥ നിങ്ങളൊന്ന് കാണണം. നല്ല പ്രായമായ 2 പേരാണ്. അവരുടെ അവസ്ഥ നിങ്ങളൊന്ന് കാണണം. ഈ ദീപക്കിന് 41 വയസ്സെങ്ങാണ്ടുണ്ട്. ആ മാതാപിതാക്കളുടെ അവസ്ഥ നീ ഒന്ന് കാണണം. എടി പുന്നാര മോളെ, നീ ഒന്ന് കാണണം കേട്ടാ. തന്തയില്ലാത്തവളെ, നീ അനുഭവിക്കൂടി, നീ ഇഞ്ചിഞ്ചാഴ്ച എണ്ണി നീ അനുഭവിക്കും. റീച്ചിന് വേണ്ടി നീ ഉണ്ടാക്കി പിടിക്കാൻ വച്ചു കൊടുത്തിട്ട് നീ ഒരാളെ തീർത്തില്ലേ. എന്നിട്ട് നിന്റെ കൊണച്ച വീഡിയോ ന്യായീകരണ സൈക്കോളജി എന്നെ കൊണ്ട് അച്ഛൻ്റെ അമ്മയുടെ ആ ഒരു വാക്കുകൾ കാണാം. അത് വേണ്ട പോലെ ചെയ്യുന്നുണ്ട്. അതങ്ങനെ വിട്ടാൽ പറ്റില്ല. ഒന്നുമില്ലാത്തൊരു ഇതിനെ ഇങ്ങനെ ആക്കിയിട്ട് മോനാണെങ്കിൽ ഒരു ഇതിലേക്ക് പോകുന്നത് വ്യക്തിയാണ്. അപ്പോൾ അതിനെ ഇങ്ങനെ പറയുമ്പോൾ മോനൊരു അമ്മാനുണ്ട് ആളുടെ ഇതൊക്കെ ഈ പബ്ലിസിറ്റി ആക്കിക്കൊണ്ട് ഭയങ്കര വിഷമമുണ്ടായി ഇത് വരാൻ സംഗതി. അല്ലെങ്കിൽ ഒരിക്കലാണ് ചെയ്തതാണ്. പാവാണ് എൻ്റെ മോൻ. ഒന്നിലേക്കും ഇല്ലാത്ത മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ വിട്ടാൽ പിന്നെ അത് തലമുറ മറ്റുള്ള കുട്ടികൾക്കും ബാധിക്കും. ഇപ്പോൾ ഈ നാട്ടുകാർ മുഴുവൻ വല്ല ബോസാക്കി എല്ലാവരും ഇത് അറിഞ്ഞാൽ സ്ഥിതിക്ക് പിന്നെ ഭയങ്കര ഇതായി. ഇങ്ങനെ നടന്നൊരു കുട്ടിയല്ല അത്. അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ ഒരു കുറച്ചിലല്ല, ആൾക്കാർ നോക്കാൻ ഒരു കുറച്ചിലാണല്ലോ. അത് ഇപ്പോൾ കണ്ട പോലെ സഹിക്കാൻ വയ്യാതെ അതൊരു ചിത്ത സബ്ജക്റ്റ് കുട്ടി. എൻ്റെ കുട്ടിക്ക് താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. പറയാമെന്ന് എനിക്ക് പറയാം. എൻ്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റില്ല. അതാണ് എൻ്റെ കുട്ടി. എൻ്റെ മുഖം ഓർമ്മ കുട്ടി ഇത് ചെയ്താഞ്ഞത്. എൻ്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റില്ല. അത്രത്തെ ഒരു പേർക്ക് ഈ വയസ്സ് വരെ എൻ്റെ കുട്ടി ഒരു ചീത്തപ്പേര് എൻ്റെ കുട്ടി പറയിപ്പിച്ചിട്ടില്ല. എൻ്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. അതാണ് എൻ്റെ കുട്ടിക്ക് എങ്ങനെ സംഭവിച്ചത്. അതുണ്ടായിക്കോട്ടെ. ഇനി ഒരാൾക്കും ഇങ്ങനെ വരുന്നത്, ഒരമ്മമാരും ഇങ്ങനെ വേദനിക്കുക. ഈ കാരണം കൊണ്ട് ഒരു അമ്മമാരും വേദനിക്കാൻ പാടില്ല. ഞാൻ വേദനിച്ച ലോകത്തിൽ ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കരുത്. എനിക്ക് അത് മാത്രമേ ഞാൻ പറയുള്ളൂ. ഈ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ കണ്ണുനീരിന് എനിക്കറിയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ അത്രയ്ക്ക് വിഷമം വരികയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കുറ്റവും ചെയ്യാത്ത ഒരു വ്യക്തിയുടെ അവസ്ഥ. ഇവളെ ഇന്ന് ശിക്ഷിച്ചില്ലെങ്കിൽ നാളെ ഇതുപോലെ ഒരുപാട് ശിംജിതകൾ ഉണ്ടാവും റീച്ചിന് വേണ്ടിയിട്ട്. കാരണം ഇപ്പൊ ഇവർക്ക് റീച്ച് കിട്ടിയല്ലോ. ഇവളെ പോയി ഫോളോ ചെയ്യാൻ വരെ അവരാദ്യം മക്കളുണ്ടെന്നാണ് അതിനേക്കാളും അതിശയം. 9,000 കിടന്ന ഫോളോവേഴ്സ് 11,500 പിന്നെ അവൾ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കിയതുകൊണ്ടാണ് അടുത്ത് കയറാത്ത ഫോളോവേഴ്സ്, അല്ലെങ്കിൽ വീണ്ടും കയറിയാണ്. അങ്ങനത്തെ ഒരു ഗതികെട്ട അവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്. ഇതുപോലത്തെ മറ്റേ അടുത്ത മോളുകളെ ഫോളോ ചെയ്ത് വരെ നിൽക്കുന്ന ആളുകൾ. എനിക്കൊന്നും പറയാനില്ലേ. ഇതെല്ലാം പോരാഞ്ഞിട്ട് ഈ പുന്നാരമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരെ ഇവിടെ ഓരോ മറ്റേ അടുത്ത് തന്തയില്ലാത്ത മറ്റേ അവളുമാര് വരുന്നുണ്ട്. അത് അതിനേക്കാളും വലിയ അതിശയം. ഞാൻ അതിലോട്ട് വരാം. അതിനു മുന്നേ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീ പ്രതികരിക്കും, നമുക്കൊന്ന് കണ്ടു നോക്കാം. നിന്നെ പോലുള്ളവർക്ക് ഈ പറയുന്ന കണക്ക് ആണും പെണ്ണിനും ഇടയിലും നല്ലതും ചീത്തയുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്കൊക്കെ അത്രയും പ്രശ്നമുള്ളതാണ്. തട്ടിമുട്ടിയൊക്കെ പോകാൻ പറ്റില്ല. ബസ്സാണെങ്കിൽ അങ്ങനെ പോകത്തുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഉരുക്കം വല്ലതാണെന്നുണ്ടെങ്കിൽ ചെമ്പിന്റെയും ഇരുമ്പിന്റെയും ഒക്കെ ചേർന്നിട്ടുള്ള ഉടയാടകളുണ്ടല്ലോ, അത് തയ്യാറാക്കി പ്രത്യേകമായിട്ട് പണി ചെയ്ത് ഇട്ടുകൊണ്ട് കയറുക. അതല്ലെന്നുണ്ടെങ്കിൽ കയറുമ്പോഴേ പറയാം ഞാൻ ഇരിക്കുന്ന സീറ്റിന്റെ സൈഡിലോട്ട് പോലും ആണുങ്ങൾ വരാൻ പാടില്ലെന്ന് പറയാം. അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ഈ പറഞ്ഞ നിവേദനം തയ്യാറാക്കി, ഇതുപോലുള്ള ആൾക്കാരെല്ലാം കൂടെ ചേർന്നൊരു നിവേദനം തയ്യാറാക്കി സർക്കാരിന് കൊടുക്കുക. ഇതിന് മാത്രം ആണിന് വേണ്ടി മാത്രം, പുരുഷന്മാർക്ക് വേണ്ടി മാത്രം ഒരു KSRTC, സ്ത്രീകൾക്ക് മാത്രം ഒരു KSRTC ഇങ്ങനെ പറഞ്ഞു. അതല്ലെങ്കിൽ സ്വന്തമായിട്ട് കാർ മേടിച്ച് അതിലങ്ങ് യാത്ര ചെയ്യുക. അല്ലെങ്കിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്ര ചെയ്യുക. അല്ലാതെ ഇതുപോലുള്ള ഉള്ളമാരെ പേടിച്ചുകൊണ്ട് പുരുഷന്മാർക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു കഷ്ടമാണ്. ഒരു ഫോൺ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഏത് കൂത്താട്ടോളത്തിലും കൊണ്ടുവച്ചിട്ട് വീഡിയോ എടുത്തു വെച്ചിട്ട് നീയൊക്കെ പറയുന്ന തോന്നിവാസങ്ങൾ കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിന്റെ പേരിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലത് പറയുന്ന സ്ത്രീകൾക്ക് കൂടിയാണ് അപമര്യാദയായിട്ട് അല്ലെങ്കിൽ പെരുമാറിൽ അനുഭവപ്പെടേണ്ടി വരുന്നത്. കാരണം ഇനി ഒരു സ്ത്രീ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെപ്പോലുള്ള കാര്യങ്ങൾ ഇതുപോലെ ഒരു മനുഷ്യനെ മരണത്തിൽ കൊണ്ടെത്തിക്കുന്ന സമയത്ത് ആ സ്ത്രീയെ ആരും പൊതുസമൂഹം വിശ്വസിക്കാതിരിക്കുന്ന അവസ്ഥയിലേക്ക് വരും. അതെ, സത്യമല്ലേ. ഇപ്പൊ ഈ സ്ത്രീ പറഞ്ഞ സത്യമല്ലേ. നാളെ ജനുവിനായിട്ട് ഒരു സ്ത്രീക്ക് മോശം അനുഭവം ഉണ്ടായി അവള് രംഗത്ത് വന്നു കഴിഞ്ഞാലും ഇതുപോലെയുള്ള അവസ്ഥ ഉണ്ടാവും.
ഏത് അവൾക്ക് ജെന്യൂൻ കേസാണെങ്കിൽ കൂടി അവളെ അക്സെപ്റ്റ് ചെയ്യില്ല നാട്ടുകാർ. കാരണം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലത്തെ വല്ല ഉടായ്പാണോ എന്ന് നമ്മൾ വിചാരിക്കും. അതേ ഒരു അവസ്ഥയിലാണ് ഇതുപോലത്തെ കുറെ തേവിടിച്ചുകൾ കൊണ്ട് എത്തിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇവളെ പോലുള്ള പുണ്ടാമക്കളെ ഈ സമൂഹത്തിൽ നിന്നും ഈ നാട്ടിൽ നിന്നും തന്നെ തുരത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർക്കണം നമ്മുടെ നിയമം ഇവളെ തീർക്കണം. നിയമത്തിന്റെ വശത്തുനിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യണം പ്ലീസ്. പുതിയ നിയമം എഴുതണം. ഇതുപോലത്തെ ഓരോ മോളുകൾ വന്നിട്ട് ഒരാണിന്റെ പേരിൽ ഒരു ആരോപണം ഇട്ട് കഴിഞ്ഞാൽ തീരേണ്ടതല്ല ഒരാണിന്റെ ജീവിതവും ജീവനും. നിങ്ങളൊന്ന് ആലോചിക്കുക. മനസാക്ഷിയുടെ കുത്തിന് ഒരു നിയമം ഉണ്ടാക്കുക. ഓരോരുത്തരും ഇറങ്ങിയിട്ടുണ്ട് റീച്ചിന് വേണ്ടിയിട്ട്, എന്ത് മറ്റെടുത്ത പരിപാടിയും കാണിച്ച് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എനിക്കറിയത്തില്ല ഇതെന്ത് ഏതവസ്ഥയിൽ പോയി നിൽക്കുമെന്ന്. പേടിച്ചാണുങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. നാളെ ഞാൻ വേറൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, ബസ് സഡൻ ബ്രേക്ക് ഇടുന്ന സമയത്ത് ഒരാണ് പോയി ഒരു പെണ്ണിന്റെ പുറത്ത് വിഴുന്നു കഴിഞ്ഞാൽ അതുവരെ വേറെ വിഷയമായി മാറും. ആ ലെവലിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് അവിടെ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ റീച്ച് ആവുമല്ലോ. റീച്ചിന് വേണ്ടിയിട്ട് എന്തും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് എന്ത് അവസ്ഥയിൽ പോയി നിൽക്കുമെന്ന്. ഇനി വേറൊരു പുന്നാര മോളുണ്ട്, തന്തയില്ലാത്തവളൊന്നും അല്ലാണ്ട് ഇവൾ ആദ്യം കുറഞ്ഞൊന്നും വിളിക്കാൻ പറ്റത്തില്ല. അവളെ തന്നെ പറഞ്ഞിട്ടുണ്ട് അവളെ മാറ്റിയെടുത്ത തന്തയ്ക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് മറ്റേ കളങ്കാവിലെ സിനിമയിലെ മമ്മൂട്ടിയുടെ അതേ റോളാണ്, അതേ ക്യാരക്ടറാണ് അവളുടെ തന്തയ്ക്കെന്ന് അവള് തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പുന്നാര മോള് അറിയായിരിക്കും, ശ്രീലക്ഷ്മി അറക്കൽ. ഇവക്ക് തന്തയില്ലെന്ന് അവള് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അങ്ങനെയുള്ള ഒരു തന്തയ്ക്കുണ്ടായ പുന്നാര മോള് തന്നെ നീ തന്നെ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഈ മറ്റേടുത്ത് സിംജിത എന്ന് പറയുന്ന മോക്ക് വേണ്ടിയിട്ട് സപ്പോർട്ടായിട്ട് ഇവള് രംഗത്ത് വന്നിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിന്റെ പേരിൽ എന്തായാലും നമ്മളൊക്കെ കേസ് ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ കുഴപ്പമില്ല. എനിക്ക് അവിടെയും സംസാരിക്കണം. ഏതറ്റം വരെ പോയിട്ടല്ലേ എനിക്ക് സംസാരിക്കണം. കാരണം അത്രയ്ക്ക് എനിക്ക് വിഷമമുണ്ട്. നാളെ ഈ അവസ്ഥ, ഈ ദീപകിനുണ്ടായ അവസ്ഥ എനിക്കോ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഏതെങ്കിലും ആണുങ്ങൾക്ക് ഉണ്ടായാലേ നമുക്ക് ആ വിഷമത്തിന്റെ ആഘാതം അത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. എന്ന് വെച്ചിട്ട് ഈ ദീപകിന്റെ ഈ ഒരു വിഷയത്തിൽ ജനങ്ങളായ നിങ്ങൾക്ക് വിഷമമില്ലെന്നല്ല, എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. പ്രതികരണം അത്ര ശക്തമാണ്. ഇതേ പ്രതികരണത്തിൽ നിന്നുകൊണ്ട് ഇവൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാട് മൊത്തം സംസാരിക്കണം. ഓരോരുത്തരും യൂട്യൂബ് ചാനലുള്ളവരും ഇല്ലാത്തവരും മാത്രമല്ല, എല്ലാവരും സകലമാന ആൾക്കാർ വീഡിയോ ഇട്ട് പ്രതികരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യം തുറന്നു പറഞ്ഞുകൊണ്ട് സകലമാന ജനങ്ങളും വീഡിയോ ഇട്ട് പ്രതികരിക്കണം. അങ്ങനെ പ്രതികരണം അങ്ങ് പീക്ക് ലെവലിൽ കയറണം. ആ രീതിയിൽ ഉണ്ടാക്കണം. ഇതുപോലുള്ള മാറ്റിയെടുത്ത മോളുകൾ ഇനി ഉണ്ടാവാൻ പാടില്ല. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. എൻ്റെ ഒരു എന്തായാലും ആ ശ്രീലക്ഷ്മി അറക്കൽ അവൾ പറയുന്നത് നമുക്കൊന്ന് വായിക്കാം. നന്നായി, ഇവളെ തന്തയാണോ ഇങ്ങനെ തീർന്നത്? ഇവളെ നന്നായി എന്ന് പറയാനായിട്ട് നിനക്ക് അന്തസ്സുണ്ടാടി. നീയൊക്കെ ഒരു പെണ്ണ, ഫെമിനിസ്റ്റുകളെന്ന് പറഞ്ഞുകൊണ്ട് പല തോന്നിവാസങ്ങളും പല തന്തയില്ലായ്മകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഓരോ മറ്റെടുത്ത അവളുമാര്. ഇവളെയൊക്കെ എന്ത് ചെയ്യണം? നിനക്കൊക്കെ ഉളുപ്പുണ്ടാടി. ഉളുപ്പുണ്ടാ. ഇതുപോലത്തെ ഒരു മറ്റെടുത്തവളെ റീച്ചിന് വേണ്ടിയിട്ട് കണ്ടന്റ് ഉണ്ടാക്കിയുള്ള സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരാൻ നിനക്ക് ഉളുപ്പുണ്ട? ആ വ്യക്തി ചത്തപ്പോ നന്നായെന്ന് പറഞ്ഞ നീയൊക്കെ എവിടത്തെ മനുഷ്യ സ്ത്രീയാണ്? നീയൊക്കെ ഒരു സ്ത്രീയാണ്, ഉളുപ്പില്ലാത്തവളെ. ബാക്കി വായിക്കാം. കുറെ കാലമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നവർ അല്ലേ ആത്മഹത്യ ചെയ്യുന്നത്, ഇനി തിരിച്ചാകട്ടെ. അതെ, പുന്നാര മോളെ, എവിടെയടി ആ വ്യക്തി? അവളെ കയറി പണ്ണി. മറ്റേ പുണ്ടാമോളെ എവിടെ കയറി പണ്ണി? നീ കണ്ട ആ വീഡിയോയിൽ? എന്താടി എടി, നാണമില്ലേടി നിനക്ക്? നീ ഒരു സ്ത്രീയല്ലേ? നാളെ നിന്നെയൊക്കെ യാവനെങ്കിലും റിയൽ ആയിട്ട് പിടിച്ച് പണ്ണി ഇടണം. അപ്പോഴേ നീയൊക്കെ പഠിക്കത്തുള്ളൂ, അല്ലാണ്ട് നീയൊന്നും പഠിക്കത്തില്ല. അവസ്ഥയുടെ അവസ്ഥ. ഈ മരണത്തിലൂടെ എങ്കിലും ബസ്സിൽ ആക്രമിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് നീതി കിട്ടട്ടെ. ആരെങ്കിലും ആത്മഹത്യ ചെയ്യുമെന്ന് കരുതി നിങ്ങൾക്ക് നേരെ നടക്കുന്ന ചൂഷണം മൊബൈൽ പകർത്തുന്നത് നിർത്താതിരിക്കുക. എന്റെ പുന്നാര മോളെ, ഇവിടെ ജെന്യൂനായിട്ടുള്ളൊരു കേസായിരുന്നെങ്കിൽ ജനങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തേനെ. നമ്മൾ പൊട്ടന്മാരല്ല. ഇവിടെ ജെന്യൂനായിട്ട് ഇതേപോലെ ബസ്സിൽ ഇൻസിഡന്റ് ഉണ്ടായി പല സ്ത്രീകൾക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുള്ള എല്ലാ വീഡിയോകളും നമ്മളെടുത്ത് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസുകളാണ്. പക്ഷെ ഇതുപോലുള്ള ഓരോ ദേവടിച്ചുകൾ കണ്ടന്റിന് വേണ്ടിയിട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് കാണുമ്പോൾ അതുപോലെ എടുത്ത് വിഴുങ്ങിയിട്ട് സൂപ്പറാണ്, അവൻ അങ്ങനെ തന്നെ കിട്ടണമെന്ന് പറയാൻ മാത്രം പോങ്ങന്മാരല്ല മലയാളികൾ. നിന്നെ പോലെ തന്തയില്ലാത്തതല്ല മലയാളികൾ. കണ്ട നമുക്ക് ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം നമുക്കുണ്ട്. ആ വ്യക്തി അങ്ങനെ ഒരു കടുങ്കൈ ചെയ്യണമെങ്കിൽ അത്രയ്ക്ക് മാനസികമായിട്ട് ആ വ്യക്തി തളർന്നിട്ടുണ്ട്. തളർത്തി. എവിടെ കൂടി തളർത്തി? ആദ്യത്തെ വീഡിയോ കണ്ടപ്പോൾ അങ്ങനെ തളർന്നിട്ടില്ല. പക്ഷെ രണ്ടാമത്തെ വീഡിയോയിൽ ഈ പുണ്ണാമോള് സൈക്കോളജിസ്റ്റ് ആണ്, മാറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വെറും മാനസിക രോഗിയും വെറും ഫ്രസ്ട്രേഷൻ നിറഞ്ഞ ഒരു വ്യക്തിയായിട്ട് ഈ വ്യക്തിയെ അവൾ ചിത്രീകരിച്ചു. അതേ തുടർന്ന് മനം നൊന്തിയാണ് ആ വ്യക്തി അങ്ങനെ ഒരു കടുങ്കൈ ചെയ്തിട്ടുള്ളത്. നിനക്ക് വല്ല തേങ്ങ അറിയാൻ മതി മോളെ. ഇനിയെങ്കിലും ബസ്സിൽ കൈയും കാലും മുതുകും കൊണ്ട് ആക്രമിക്കാൻ വരുന്ന ആളുകൾ ഒന്നും കൈയും കാലും അടക്കി വയ്ക്കുക. സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഈ പുന്നാര മോളെ ഈ ന്യൂസിനെ എടുത്ത് ഷെയർ ചെയ്തിരിക്കുകയാണ്.
തന്തയില്ലാത്തവളെ എന്ന് നിന്നെ വിളിച്ചിട്ട് കാര്യമില്ല. കാരണം നിനക്ക് തന്തയില്ലെന്നും നിന്റെ തന്തയ്ക്ക് ഗുണമില്ലെന്നും നീ ഏതോ പരതന്തയ്ക്ക് പറഞ്ഞതാണെന്ന് നീ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥിതിക്ക് നിന്നെ തന്തയില്ലാത്തവളെന്ന് വിളിച്ച് ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. നിന്റെ തന്തയെ പോലും നീ വില കൊടുക്കാത്ത ഒരു പുന്നാര മോളാണെന്ന് നീ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥിതിക്ക് നമുക്കൊന്നും പറയാനില്ല. എങ്ങനെ ഓരോന്ന്. ഇനി ഈ ഒരു കേസും സവാദിന്റെ കേസുമായിട്ട് ഇവള് കണക്ട് ചെയ്ത് സവാദ് വെറും മോനാണെന്ന് നാട് മൊത്തം അറിയാം. അതുപോലെയാണോ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും തോന്നിയോ? ഏതെങ്കിലും ഒരു മനുഷ്യന് തോന്നിയോ ഈ വീഡിയോ കണ്ടിട്ട് ആ വ്യക്തി ഇവളെടുത്ത് മോശമായിട്ട് പെരുമാറിയെന്ന്? അപ്പുറത്ത് നിന്ന ഈ പുന്നാര മോൾ ഇപ്പുറത്ത് കൊണ്ട് അവളെ സാമാനത്തിൽ തട്ടാൻ വേണ്ടി വെച്ചു കൊടുത്ത് പിടിയടാ എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് കണ്ടന്റ് ഉണ്ടാക്കി എനിക്ക് ആ വീഡിയോ കാണുമ്പോൾ സത്യം പറയില്ല, ഞാൻ അടിച്ച് പൊളിക്കാനാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് എനിക്ക് കലി വരുന്നുണ്ട്. ഇനി ഈ ശ്രീലക്ഷ്മി അറക്കലിട്ട മറ്റൊരു പോസ്റ്റാണ്. KSRTCയിലെ കുലുക്കി സവാദ് ഈ പ്രശ്നം കഴിഞ്ഞ് ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ച് അവനെയും പിടിച്ച് മഹാനാക്കിയാണ്. അവൻ ചത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു കുഴപ്പമില്ല. അവൻ ചാവേണ്ടവൻ തന്നെയാണ്. അവനെ പോലുള്ളവർ തീരണം. നമ്മളെ ജനങ്ങൾ പൊട്ടന്മാരല്ല. നല്ലത് കണ്ടാൽ നല്ലതെന്ന്, തെറ്റ് കണ്ടാൽ തെറ്റ് ആണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നമുക്കുണ്ട്. നാളെ നമ്മളെപ്പോലുള്ള ഒരാണ് ഏതെങ്കിലും ഒരു ബസ്സിൽ കയറിയിട്ട് അറിയാണ്ട് ഒരു പെണ്ണിനെ തട്ടിക്കഴിഞ്ഞാൽ അവളെ ഇതെടുത്ത് കണ്ടന്റ് ആക്കൂല എന്ന് എന്താണ് ഉറപ്പ്? നമുക്ക് ഇറങ്ങി നടക്കണ്ടേ? ജീവിക്കണ്ടേ? നമുക്ക് ആണുങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? ആണുങ്ങൾക്ക് നീതി ലഭിക്കണ്ടേ? ഇതുപോലെയുള്ള ആണുങ്ങൾ ഇങ്ങനെ തീർന്നു പോകുന്നുണ്ട്. ഇതേ സ്ഥാനത്ത് ഒരു പെണ്ണായിരുന്നു സ്വയം ജീവൻ ഒടുക്കിയതെങ്കിൽ ആണിനെ പിടിച്ച് ഇതിനു മുമ്പ് അകത്താക്കിയത്. അതാണ് ഇവിടുത്തെ നിയമം. ഈ നിയമം എന്താ ഓഞ്ഞ നിയമമായിട്ടിരിക്കുന്നത്? അത് മാറ്റാൻ ഇവിടെ കഴിയുന്നില്ലേ? പെണ്ണുങ്ങളാണ്ട് പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ എന്ത് തന്തയില്ലായ്മ ഇവിടെ കാണിക്കാവൂ? എന്ത് കഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാഷ്ടം. ഈ ശ്രീലക്ഷ്മി അറക്കലിന്റെ ഒരു വീഡിയോ ഞാൻ കൊടുക്കാം. തന്നെ ഭയങ്കര വെറുപ്പായിട്ടുള്ള ഒരാളാണ്. ആണെങ്കിൽ കൊട്ട് ധൈര്യം ഈ സാധനം മാത്രമേ ഉള്ളൂ, അല്ലാതെ ധൈര്യം ഇല്ലവന്മാർക്ക് ബേസിക് ആയിട്ട്. ആണുങ്ങൾ ബേസിക്കലി ധൈര്യം ഇല്ലാത്തവന്മാർ. എന്തായാലും നിന്റെ തന്തയുടെ കാര്യമല്ല നമ്മളിവിടെ ചോദിച്ചത്. നിന്റെ തന്തയ്ക്ക് ധൈര്യം കാണൂല. പിന്നെ നിന്നെ പോലെ ഒരു സാധനത്തിന് ഓടി നടന്ന് ഉണ്ടാക്കി, അത് നീ തന്നെ പറയുന്നുണ്ട്. ആ സ്ഥിതിക്ക് എനിക്കൊന്നും പറയാനില്ല. ആണുങ്ങൾക്ക് ധൈര്യമില്ലെന്നല്ലേ? ആണുങ്ങളുടെ ധൈര്യം നീയൊക്കെ ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. നിന്നെയൊക്കെ പോലുള്ള നാറികൾ കാരണമാണ് ഈ നാട് ഗുണം പിടിക്കാത്തത്. സ്ത്രീകൾക്ക് പ്രിവിലേജ് എന്ന് പറഞ്ഞ് എടുത്ത് തന്നും കൊണ്ട് അതിനെല്ലാം തന്തയില്ലായ്മയായിട്ട് സ്വന്തം തന്തയവരെ പിടിച്ച് വിറ്റും കൊണ്ട് ഉള്ള പരിപാടി കാണിക്കുന്ന കുറെ നിന്നെയൊക്കെ പോലുള്ള മറ്റേടുത്തവളുമാരുണ്ട്. അവളുമാർക്കെല്ലാം തിരിച്ചടി കിട്ടും കേട്ടാ. ഇനി നമുക്കറിയാം എങ്ങനെ പോരാടണമെന്ന്, എങ്ങനെ സംസാരിക്കണമെന്ന്. നിന്നെയൊക്കെ പോലുള്ള ഒരു ധൈര്യം ഉണ്ടെങ്കിൽ പോയി കേസ് കൊട്, പിടിച്ച് അകത്തിട്ട് അല്ലെങ്കിൽ തൂക്കി തീർക്ക്. പണ്ട് സമരം ചെയ്ത് നേടി, അതുപോലെ ഇനി നേടും. നമ്മൾ സംസാരിക്കും, ആണുങ്ങൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കും. ഇനി ഒരു പുന്നാര മോളുകളും ഇവിടെ ഇട്ട് ഉണ്ടാക്കണ്ട. ബസ്സിലെ കൊണയെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഏതെങ്കിലും പുന്നാര മോളുകൾ ഇല്ലാത്ത കഥയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ പുന്നാര മക്കളെ നീയൊക്കെ എല്ലാം വെള്ളം കുടിക്കുന്ന രീതിയിൽ തന്നെ. ഇതിപ്പം ഈ പുന്നാമോളുണ്ടല്ലേ ഷിംജിത, നീ വെള്ളം കുടിക്കും അല്ലെങ്കിൽ നിന്നെ പൊട്ടിപ്പിക്കും, നീ പെട്ടുക്കും. ആ രീതിയിൽ തന്നെ നിനക്കുള്ള പണി തരും. എല്ലാ ജനങ്ങളും നിനക്ക് തരും. നീ അണ്ണാക്കി പിരിവെട്ടിയിരിക്കും. നീ ഈ ചെയ്ത തന്തയില്ലായ്മയ്ക്ക്, ആ കുടുംബത്തിന്റെ കണ്ണീരിനും ആ കുടുംബത്തിന്റെ ശാപത്തിനും ആ വ്യക്തിയുടെ മരണത്തിനും നീ കണക്ക് പറയും ഷിംജിത, നീ കണക്ക് പറയും. ഇനി ആ വ്യക്തിയുടെ കൂട്ടുകാരും നാട്ടുകാരായിട്ടൊക്കെയുള്ള വ്യക്തികൾ പറയുന്ന 1-2 ക്ലിപ്പ് ഞാൻ കൊടുക്കാം. ഒരു അടുത്ത ചങ്ങാതി നമ്മുടെ കൂടെ ഉണ്ട്. ദീപക് ആളെങ്ങനെയാണ് പൊതുവെ? ദീപക് അങ്ങനെ ഒരു ഇതിലേക്ക് പോവാത്തൊരു നല്ലൊരു തന്നെയാണ്. ഇത് ഒരു വേണ്ടാത്തരത്തിലേക്കോ ഒന്നിലേക്കും ഇല്ല. ഇന്ന് നമ്മൾ സാധാരണ രാത്രി കഴിഞ്ഞാൽ ബീച്ചിലൊക്കെ പോയിരിക്കുക. ഇന്നലെ രാത്രി പറഞ്ഞു. ഇന്നലെ രാത്രി ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് തലവേദനായിട്ട് അവിടെ വീട്ടിലായിരുന്നു. അതുകൊണ്ട് വിളിച്ചില്ല, വിളിക്കാൻ പറ്റിയില്ല. വിളിച്ചാണെങ്കിൽ ഒന്ന് ഈ ഇതുണ്ടാവില്ലായിരുന്നു. വീഡിയോ വന്നതിന് ശേഷം ദീപക് മാനസിക വിഷമത്തിലായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല. വീഡിയോ വന്നതിന് ശേഷം, മരിച്ചതിന് ശേഷമാണ് ഞാൻ കണ്ടത്. ഞാൻ വേറെ പുറത്തായിരുന്നു, പണി വർക്ക് കഴിഞ്ഞിട്ട് വന്നത്. ബന്ധുക്കളൊക്കെ എന്താ പറയുന്നത്? ദീപകിന്റെ വേറെ ഫ്രണ്ട് ഉണ്ട്, ബാംഗ്ലൂരുള്ള ഫ്രണ്ട്. ആ ഫ്രണ്ട് വിളിച്ചിട്ടാണ് ഞാൻ അറിയുന്നത്. ഇവിടെ കിടക്കുന്ന നമുക്ക് ഈ ന്യൂസ് കാണുന്ന സമയത്തും അവരുടെ വിഷമം കാണുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം വിഷമം വരുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പം നമ്മുടെ വിഷമം നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആ സ്ഥിതിക്ക് അവരുടെയൊക്കെ വിഷമം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എത്രത്തോളം തകർന്നു കാണും. ചെയ്യാത്തൊരു കുറ്റത്തിനാണ് ഒരു പാവം പോയത്. ഒരു പാവം ചെയ്യാത്ത കുറ്റത്തിന് പോയത്. സഹിക്കാൻ പറ്റുന്നില്ല സത്യം. നാളെ നമുക്ക് നമ്മുടെ സഹോദരനാവാം, നമുക്കാവാം, നമ്മുടെ അച്ഛനാവാം, ആർക്കും ആവാം ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. സത്യം ഈ പുന്നാര മോളെ വെറുതെ വിടല്ലേ? ഇവളെ എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ പീക്ക് ലെവൽ പരിപാടി വെക്കിട്ട് പണിയണം. അല്ലെങ്കിൽ തങ്ങൾ വലിയ പ്രതിഷേധത്തിലേക്ക് പോകും എന്നുള്ള കാര്യം കൂടി നാട്ടുകാർ പറയുന്നുണ്ട്. ഇപ്പോൾ ആത്മഹത്യ ചെയ്ത ദീപകിന്റെ അയൽവാസി നമ്മളോട് കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, ദീപക് ആളെങ്ങനെയാണ്?
വളരെ സാധുവായിട്ടുള്ള മനുഷ്യനാണ്. വല്ലാതെ എല്ലാവരുമായിട്ട് സംസാരിക്കുന്ന ഒരു പ്രകൃതിയല്ല. വീട് ജോലി അങ്ങനെ പോകുന്ന ഒരു മനുഷ്യനാണ്. ഇവിടെ ഈ പ്രദേശത്തുള്ള ആരോട് ചോദിച്ചാലും അദ്ദേഹത്തെ പറ്റി മനസ്സിലാവും. കാരണം അങ്ങനത്തെ ഒരു മനുഷ്യനല്ല അയാള്. അതുകൊണ്ടാണ് സ്റ്റേഷനിൽ പോയിട്ട് സംസാരിച്ചത്. ഇങ്ങനെ ഒരു വിഷയം, അതായത് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാനുള്ള ഒരു അങ്ങനത്തെ ഒരാളെ അല്ല. അതായത് ഇങ്ങനെ ഈ സ്ത്രീ സാമൂഹ്യ മാധ്യമത്തിലൂടെ ആക്ഷേപിക്കുന്ന പോലെ ഇങ്ങനെ ഒരു കാര്യങ്ങൾ വിവേകിന്റെ ഭാഗത്തിന് മുമ്പൊന്നും ഉണ്ടായിട്ടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരാളെ അല്ല ഈ സ്ത്രീ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനത്തെ ഒരാളെ അല്ല, അങ്ങനത്തെ ഒരു വൃത്തിയിട്ട സ്വഭാവം ഇല്ല, നല്ലൊരു വ്യക്തിയാണ് ദീപക് എന്നൊക്കെയാണ് നാട്ടുകാരും കൂട്ടുകാരും പറഞ്ഞ. ഒരു മനുഷ്യൻ ആ വ്യക്തിയെ പറ്റിയിട്ട് മോശം പറഞ്ഞിട്ടില്ല. അതുപോലെ ഒരു വോയിസ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു വർഷം മുന്നേ ഒരു പെൺകുട്ടി ഇങ്ങേരുമായിട്ട് ബസ്സിൽ യാത്ര ചെയ്തു. അപ്പോൾ ആ പെൺകുട്ടി പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ആശ്വസിപ്പിക്കുന്ന കുറച്ച് വാക്കുകളുണ്ട്. അതിനെ പറ്റിയിട്ട് ആ പെൺകുട്ടി പറയുന്ന വോയിസ് ഉണ്ട്, നിങ്ങൾ കേൾക്കണം. എൻ്റെ പ്രീവിയസ് വീഡിയോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളത് നോക്ക് നിങ്ങൾ, അതിലുണ്ട്. സത്യം പറയാലോ എൻ്റെ പൊന്ന് മനുഷ്യരെ, ഇതുപോലത്തെ അപരാധി മക്കൾ ഇനി ഈ നാട്ടിൽ ഉണ്ടാവാതിരിക്കട്ടെ. ഇതുപോലത്തെ അപരാധി മക്കൾക്ക് ഒരു വിടയാവണം. ഇനി ഇതുപോലെ ഇല്ലാത്ത കേസും കൊണ്ട് റീച്ചിന് വേണ്ടിയിട്ട് ഒരു പുന്നാരമോളും വരാത്ത രീതിയിൽ, അത്ര ഉള്ള ശക്തമായിട്ടുള്ള രീതിയിൽ ഇവിടുത്തെ നിയമം നടപടി എടുക്കണം. നമ്മൾ ജനങ്ങളുടെ പ്രതികരണമല്ല അല്ലെങ്കിൽ പ്രതിഷേധമല്ല, അതിനൊടുവിൽ നിയമം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നിയമത്തിന്റെ വഴിയിൽ അല്ലെങ്കിൽ നിയമം കോടതി വഴിയായിട്ട് ഇവൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം. ഇതുപോലുള്ളവളുമാരെ പിടിച്ച് അടച്ചിടണം. ഇവിടെ ഏത് ദുബായിൽ ഏത് അമേരിക്കയിൽ പോലും അപ്പട്ടൊന്ന് തിരിച്ചിറക്കണം. ഇവിടെ നമ്മുടെ എംബസിയും കാര്യങ്ങളൊക്കെ വിചാരിച്ചാൽ നടക്കുന്ന പരിപാടി തന്നെയാണ്. അവളെ ഇറക്കണം, തിരിച്ചിറക്കണം. ഇതുപോലത്തെ ഒരു പുന്നാരമോളെ ശിക്ഷിക്കുന്ന നിയമം കൊണ്ടുവരണം. പറ്റൂലെങ്കിൽ എന്നെ പിടിച്ച് തലപ്പത്തെടുത്ത് ഞാൻ നിയമവും വിധിയും ഒക്കെ ഉണ്ടാക്കാം. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഇതുപോലത്തെ മറ്റേടുത്ത പുന്നാര മക്കളെ എങ്ങനെ ശിക്ഷിക്കണം, ഏത് രീതി ശിക്ഷിക്കണമെന്ന് എനിക്കറിയാം. ദുബായിലെ നിയമങ്ങൾ ഇവിടെ കൊണ്ടുവരണം. എന്തോന്നടേ, ഈ നിയമം എന്ന് പറയുന്നത് ആളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള സംഭവമല്ല. മനുഷ്യാവകാശവും മറ്റതും എല്ലാം ഉണ്ട് ഇവിടെ. മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഉണ്ട്. ഒരാൾ തീർന്നു, അയാൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുക, അയാൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. അല്ലാണ്ട് നാളെ ഇതുപോലത്തെ ഒരു പുന്നാര മോളെ സപ്പോർട്ട് ചെയ്യാൻ ഈ ശ്രീലക്ഷ്മി അറക്കലിനെ പോലെയുള്ള മറ്റേടുത്ത തന്തയില്ലാത്തവളമാരെ ഒന്ന് സംസാരിക്കുന്ന പോലെ ആവരുത് ഇവിടുത്തെ നിയമം. ഇവിടുത്തെ നിയമം ശക്തമായിരിക്കണം. ഒരു പുരുഷനെ ഒരു കാര്യവും ഇല്ലാണ്ട് ഇല്ലാത്തൊരു കള്ള കഥ ഉണ്ടാക്കി വെറും റീച്ചിന് വേണ്ടിയിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കി തീർത്തു. അവളെ കുറിച്ചിട്ട് അവളെ നാട്ടുകാർ പറയുന്നത് കണ്ടോ? ഇവള് മെമ്പറായിരുന്നെന്ന് പറയുന്നുണ്ട്. ഇവളെ എവിടത്തെ മെമ്പർ? സ്വന്തം ഭർത്താവിനെ ഇവള് ആയിട്ട് ഒത്തൊരുമയില്ല. എങ്ങനെ ഒത്തരിക്കും? ഇതുപോലത്തെ ഒരു പുന്നാര മോളല്ലേ റീച്ചിന് വേണ്ടിയിട്ട് സ്വന്തം ഭർത്താവിനെ പിടിച്ച് വെച്ച് വിറ്റുകയാണ്. അവൻ പണി എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് കണ്ടന്റ് ഉണ്ടാക്കും. അങ്ങനത്തെ മോളാണ് ഇവള്. അതുപോലത്തെ തേവിടിച്ചുകളെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ശക്തമായി പ്രതികരിക്കുക, ശക്തമായി പ്രതിഷേധിക്കുക. പുതിയൊരു വീഡിയോ ഇടണം. ബൈ.